നമസ്കാരം. സ്വർണ്ണവിലയിൽ സമാനതകളില്ലാത്ത വിധം ഉയർച്ചയുണ്ടായ വർഷങ്ങളിലൊന്നായിരുന്നു 2024. ആഗോള വിപണിയിലും അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും വൻ വിലവർധനവ് സ്വർണത്തിനുണ്ടാവുന്നത് നമ്മൾ കണ്ടിരുന്നു. വർഷം മുഴുവൻ ഒരേ മൊമെന്റം പിടിച്ചുകൊണ്ടാണ് സ്വർണ്ണവില കുതിച്ചു കയറിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മഞ്ഞലോഹം പലപ്പോഴും സാധാരണക്കാരുടെ സ്വപ്നത്തിൽ നിന്ന് വളരെ അകലേക്ക് പോകുന്നതും ഈ വിലവർധനവിന്റെ പരിണിത ഫലമായി തന്നെയാണ്. സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്കൊക്കെയും കാര്യമായ നേട്ടം ഈ വർഷം പ്രാപ്തമായി എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്നാൽ വരാനിരിക്കുന്ന പുതുവർഷത്തിലും ഈ ട്രെൻഡ് തുടരുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ലെങ്കിലും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് 2025-ലും ഈ വർഷത്തിന് സമാനമായ രീതിയിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ്. 2024-ൽ സ്വർണത്തിന് ഏകദേശം 27% റിട്ടേൺ ലഭിച്ചുവെന്നാണ് പൊതുവായി ലഭ്യമായ ഡാറ്റകളിൽ ചിലത് സൂചിപ്പിക്കുന്നത്. ജപ്പാനിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നായ MUFG ബാങ്ക് 2025 വരെ സ്വർണത്തിന്റെ മുന്നേറ്റം ഇതേപടി തുടരുമെന്ന സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വളരെ പ്രസക്തമാണ് താനും. വളർന്നു വരുന്ന വിപണികളിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾക്കെതിരായ സംരക്ഷണവും സെൻട്രൽ ബാങ്കുകൾ ഉണ്ടാക്കുന്ന ഡിമാൻഡുമാണ് ഇതിന്റെ മുഖ്യ കാരണങ്ങളായി വിലയിരുത്തുന്നത്. US ഫെഡ് നിരക്കുകൾ വെട്ടിക്കുറച്ച പശ്ചാത്തലത്തിൽ സാമ്പത്തിക പണസ്ഥാപനങ്ങൾ, നിക്ഷേപകർ, ഊഹക്കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് ഇതിലെ മുഖ്യ ഘടകമായി വിലയിരുത്തുന്നത്. കൂടാതെ US നയ അനിശ്ചിതത്വവും ഉയർന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണ്ണ ശേഖരം നിലവിലുള്ള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുവെന്നതാണ് ഏറ്റവും പ്രധാന കാര്യങ്ങളൊന്ന്. സമീപ വർഷങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രധാന ആസ്തികളിൽ ഒന്നാണ് സ്വർണം. അതുകൊണ്ടുകൂടിയാണ് ഈ ട്രെൻഡ് തുടരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അത് സ്വർണ്ണ വിലയിൽ ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ട്രംപിന്റെ വ്യാപാര നയങ്ങളിലെ കടുംപിടുത്തം തുടരുകയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവ് വരാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില $3000 എന്ന നിലവാരം തൊടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ റിപ്പോർട്ടുകളും വരുന്ന വർഷവും സ്വർണത്തിന്റെ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത്. സമീപ വർഷങ്ങളിൽ എങ്ങുമില്ലാത്ത വിധം റെക്കോർഡ് വിലവർധനവാണ് കേരളത്തിൽ 2024-ൽ സ്വർണ്ണവിലയിൽ ഉണ്ടായത്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റത്തിന്റെ പ്രതിഫലനമാണ് സംസ്ഥാനത്തും ഉണ്ടായത്. സ്വർണത്തിന്റെ ഇറക്കുമതി താരിഫ് 6% കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിൽ വില ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടിയേനെ എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. പവന് 46,840 രൂപ എന്ന നിലയിലാണ് ഈ വർഷം ജനുവരി 1-ന് വിപണി ആരംഭിച്ചത്. 2-ാം തീയതി രേഖപ്പെടുത്തിയ 47,000 രൂപ ആദ്യ മാസത്തിലെ ഏറ്റവും ഉയർന്ന തുകയായപ്പോൾ 2-ാം തീയതിക്ക് ശേഷം സ്വർണ്ണവിലയിൽ തുടർച്ചയായ ഇടിവ് രേഖപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ 46,120 രൂപ വരെ എത്തിയ വില മാസാവസാനം എത്തി നിന്നത് 46,400 രൂപയിലാണ്. ഫെബ്രുവരി മാസത്തിലാണ് സ്വർണ്ണവില ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയിലേക്ക് എത്തിയത്. 15-ാം തീയതി രേഖപ്പെടുത്തിയ 45,520 രൂപയാണ് 2024 സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില. ഇതിനുശേഷമാണ് സ്വർണ്ണവില പിടിവിട്ട രീതിയിൽ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയത്.